എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KTH Jewelry, Silver, Gold and Diamond, KNS Building near Grameen Bank, Agambadam. പെർമിറ്റില്ലാതെ ഓടുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളികൾ ഇന്ന് നിലമ്പൂർ ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് നിലമ്പൂർ ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. അനധികൃതമായി പെർമിറ്റില്ലാതെ ഓടുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്കും മറ്റ് ഓട്ടോ വാഹനങ്ങൾക്കും എതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പരാതികൾ കൊടുത്തിട്ടും നിയമ നടപടി എടുക്കാത്തതിനെതിരെയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സൂര്യപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സമരത്തിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യം നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഹാൾട്ട് ചെയ്യാൻ സ്ഥലമില്ല, അവർക്ക് പെർമിറ്റ് ഇല്ല. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ നിലമ്പൂർ പ്രദേശത്തിനകത്ത് പെർമിറ്റുള്ള വാഹനങ്ങൾ കൊണ്ട് ഓടിയിരുന്ന ആളുകളാണ്. ഈ ജനങ്ങൾ ഈ തൊഴിലാളികളോടൊപ്പം നിന്നിരുന്ന ആളുകളാണ്. ആ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ പെർമിറ്റുകളെല്ലാം തന്നെ വേണ്ട ആളുകൾക്ക് വിറ്റ് ഇപ്പോൾ അവർ ഇലക്ട്രിക് വാഹനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഈ കൂടെ നിന്ന തൊഴിലാളികളോട് ഒരാത്മാർത്ഥതയും ഇല്ലാത്ത രീതിയിൽ ഈ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടുമായിട്ടാണ് ഇലക്ട്രിക് വാഹനത്തിൻ്റെ തൊഴിലാളികൾ മുന്നോട്ട് പോയിരിക്കുന്നത്. അവരോട് നമുക്ക് യാതൊരുവിധ വിരോധവുമില്ല. പക്ഷെ അവരോട് പറയാനുള്ളത്, ഈ സമൂഹത്തിനകത്ത് ഇന്ന് ജീവിക്കുന്ന ഈ തൊഴിലാളികൾ 700-ഓളം വരുന്ന ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന തൊഴിലാളികളുണ്ട്. നമ്മൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് നമ്മുടെ കുടുംബം കഴിയാനാണ്, കുടുംബത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്, അല്ലാതെ കോടികളോ ലക്ഷങ്ങളോ സമ്പാദിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ നമ്മൾ കൃത്യമായി അതിൻ്റെ ഫിറ്റ്നസ് എടുത്ത് കൃത്യമായി ടാക്സ് അടച്ച് കൃത്യമായി ഇൻഷുർ അടച്ച് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ നമ്മൾ സ്ഥലങ്ങളിൽ ആൾട്ട് ചെയ്ത് മണിക്കൂറുകളോളം കാത്തു നിന്നതിന് ശേഷമാണ് നമുക്കൊരു ഓട്ടം കിട്ടുന്നത്. അത് ചെറിയ ഓട്ടമാണോ അല്ലെങ്കിൽ വലിയ ഓട്ടമാണോ എന്ന് നോക്കാതെ ആ വണ്ടിയിൽ കയറുന്ന തൊഴിലാളിയോട് യാതൊരു മുഷിപ്പുമില്ലാതെ കൃത്യമായി അവരെ വീടുകളിൽ എത്തിക്കുന്ന തൊഴിലാളികളാണ് നിലമ്പൂരിലെ ഓട്ടോ തൊഴിലാളികൾ. ഈ ഓട്ടോ തൊഴിലാളികൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്ത് സ്റ്റാൻഡിൽ കിടന്നോടുമ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നിലമ്പൂരിലെ എല്ലാ തെരുവുകളിലും എല്ലാ അങ്ങാടികളിലും പോയി അവരവരുടെ ഓട്ടങ്ങളെടുത്ത് ഈ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നു. അതിനെതിരെയാണ് സമരം. റഹീം ചോലയിൽ അധ്യക്ഷത വഹിച്ചു. ബാലൻ കൊണ്ടോട്ടി മുഖ്യപ്രഭാഷണം നടത്തി. TMS ആസിഫ്, റിയാസ് കവാട്, മജീദ് ബാപ്പു, ഷൗക്കത്ത് മുക്കട്ട, അബു മുതുകാട്, സുബ്രഹ്മണ്യൻ, ബാവ അഷ്റഫ്, ഫൈസൽ തയ്യൽ, ED മത്തായി, ജയരാജൻ എന്നിവർ സംസാരിച്ചു. എ+ വിഷൻ നിലമ്പൂർ. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി 26 മുതൽ 30 വരെ. 26-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 6:30 ഉത്സവ കൊടിയേറ്റ്. തുടർന്ന് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന സിംഗിൾ തായമ്പക. 27-ാം തീയതി രാവിലെ 8 മണിക്ക് ക്ഷേത്രം മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ. വൈകുന്നേരം 5 മണിക്ക് നിലമ്പൂർ ഗോപിയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി നാരായണ വാദ്യകലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം. ദീപാരാധനയ്ക്ക് ശേഷം രുദ്ര കലാവേദി നിലമ്പൂർ അവതരിപ്പിക്കുന്ന കുംഭാട്ടം. 7 മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിരക്കളി. തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയുടെ നൃത്തനൃത്യങ്ങൾ.
28-ാം തീയതി വൈകുന്നേരം 6:30 സർപ്പബലി. 7 മണിക്ക് നിലമ്പൂർ ലാസ്യലയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി. തുടർന്ന് ശ്രീ വെച്ചൂർ ശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സദസ്സ്. 29-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടുവത്ത് ശ്രീമതി ജാനകിയമ്മ നടത്തുന്ന ഭക്തി പ്രഭാഷണം. 11 മണിക്ക് പ്രസാദവൂട്ട്. 11:30 ഭരതനാട്യം അവതരിപ്പിക്കുന്നത് സ്വാതി PV നിലമ്പൂർ. തുടർന്ന് KV ലേഖ നിലമ്പൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം. തുടർന്ന് നാദാർച്ചന ഭജൻ സുരുക്കുന്ന ഭക്തിഗാനസുധ. 2:30 ഫറോക്ക് ബാലമുരുക കലാസമിതിയുടെ കുംഭാട്ടം കാവടിയാട്ടം. വൈകുന്നേരം 4 മണിക്ക് പാണ്ടിമേളം, കുംഭാട്ടം, കാവടിയാട്ടം, പൂക്കാവടി എന്നീ അകമ്പടിയോടെയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം. പാണ്ടിമേളം നയിക്കുന്നത് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ. മേളപ്രമാണിയായി 51-ൽ പരം വാദ്യകലാകാരന്മാർ. രാത്രി 9 മണിക്ക് ചിലങ്ക നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് ഏവരെയും ഭക്തിപുരസരം സ്വാഗതം ചെയ്യുന്നു.